ഹായ് ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഒരു പുതിയ ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മളെ S24 ഗാലക്സിയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് 2026 എങ്ങനെയാണ് കീപ്പപ്പ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഇപ്പോഴും ഇത് വാങ്ങുന്നത് വെർത്താണോ, അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെക്സ്, ഡീറ്റെയിൽഡ് ക്യാമറ, എല്ലാ കാര്യങ്ങളുടെ റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കുറേ ഇപ്പം ഒരു 40K ബഡ്ജറ്റിലൊക്കെ ഇത് നമുക്കിപ്പോൾ ഓഫർ കാര്യങ്ങളൊക്കെ കൂട്ടി കിട്ടും 45Kയിൽ. അപ്പം ഇതിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഫോണാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഇതിന് എടുക്കാനുള്ള അഡ്വാൻറ്റേജ് കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ബഡ്ജറ്റിൽ കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ കാണുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഒരു 90% ആൾക്കാർ ഇപ്പോഴും സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഈ S24 ഗാലക്സിൻ്റെ നമ്മൾ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളിലേക്ക് നോക്കുകയാണ്. ഇതിന് വരുന്നത് വെച്ചാൽ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബിൽഡാണ് വരുന്നത്. നമുക്ക് ടൈറ്റാനിയം ബാക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനാണ് തരുന്നത്. അതെന്ന് വെച്ചാൽ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി എത്രയോ മെച്ചാണ്. കാരണം 45Kൻ്റെ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഒരു ഫോണും അങ്ങനെ കൊടുക്കില്ല എന്ന് തോന്നുന്നുണ്ട്. സാംസങ്ങിൽ തന്നെയാണ് കൊടുക്കുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്. അത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ തീരെ വെയിറ്റ് ഇല്ല. വൺ ഹാൻഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം S24 ഗാലക്സി വെച്ചാൽ. പക്ഷേ ഇതിൻ്റെ നമുക്ക് ഒന്നുകൂടി ബാറ്ററി ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൺസേൺ ആണെന്നുണ്ടെങ്കിൽ S24 ഒരു പ്ലസും അതുപോലെ തന്നെ അൾട്രയൊക്കെ നോക്കേണ്ടി വരും. ഇത് ബാറ്ററി ബാക്കപ്പ് മോശമാണ്, പക്ഷെ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ അത്യാവശ്യത്തിലുള്ള ബാക്കപ്പ് കാര്യങ്ങളൊക്കെ തരുന്ന ഫോണാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഡിസ്പ്ലേൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 2x ആമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2400 300 400 അങ്ങനത്തെ നിറ്റ്സ് വരെ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെസൽസ് ഒക്കെ, ചെറിയ ഷോർട്ട് വെസൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഡിസ്പ്ലേ ആണ്. നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ പിന്നെ പറയണ്ടല്ലോ, അത്യാവശ്യം കിട്ടില്ല ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് പ്രൊമോഷൻ അഥവാ 120 Hz കാര്യങ്ങളൊക്കെ വരുന്ന ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് നമുക്കിതിൽ ഒരു അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. 1 Hz മുതൽ 120 Hz ഇങ്ങനെ മാറും. നമ്മളിപ്പോൾ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് 1 Hz സ്വിച്ച് ആവുന്നതാണ്. ബാറ്ററി യൂസേജും കൺസെപ്ഷനൊക്കെ അത് നമുക്ക് നേരെ യൂസേജ് കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ സെറ്റാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ കമ്പാർട്ട്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇത് വൺ ഹാൻഡ് യൂസിന് ഏറ്റവും അടിപൊളിയാണ്. അതുപോലെ തന്നെ ഫേസ് ഐ ഡി ഒക്കെ അത്യാവശ്യം സ്പീഡ് വർക്കിംഗ് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് അത്യാവശ്യം നല്ല പക്ക അടിപൊളിയായിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാലോ സാംസങ്ങിൻ്റെ ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത്ര വർക്കിങ്ങും ഇത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് വേറൊരു ഫോണിലും കിട്ടാൻ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ക്യാമറ സെറ്റപ്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, അതുപോലെ തന്നെ ഒരു 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ 8K 30 FPS വരെ വീഡിയോ റെക്കോർഡിങ് കിട്ടും. അത് ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണിനുമില്ല. അത്രയും ക്ലാരിറ്റിയാണ്. 8K 30 FPS വരെ വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലാണ് നമുക്ക് 4K 60 FPS വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ക്യാമറ ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം സെറ്റാണ്. വീഡിയോ റെക്കോർഡിങ് അതുപോലെ തന്നെ വ്ളോഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ സെറ്റ്സ് ആയിട്ടാണ് നമുക്കിതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പോർട്രേറ്റ് ഫോട്ടോസ്, നൈറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം പക്കായിട്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എടുക്കാം. അടിപൊളിയാണ്. അതിനെ പറ്റി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വീഡിയോ വ്ളോഗിങ്ങും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസേൺ ഉള്ള ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി ഫോൺ ഇത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഫോണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ ഫോണാണ്. അത് ചെറിയ ഫോൺ ഫാക്ടർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഫോണാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് വെച്ചാൽ ഒരു 4500 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ 25 വാട്ട് ചാർജിങ് സപ്പോർട്ടാണ്. കുഴപ്പമില്ല, അത്യാവശ്യം രീതിയിൽ ചാർജിങ് ഒക്കെ ഉണ്ട്. വലിയ സ്പീഡല്ല, പക്ഷേ
ഇതിൽ നമുക്ക് വയർലെസ് ചാർജിങ് 50 വാട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്, അഥവാ 4.5 ആണ്. നമുക്കിപ്പം വാച്ചോ കാര്യങ്ങളൊക്കെ ഇതിൽ റിവേഴ്സ് ആയിട്ട് നമുക്കിതിൽ ചാർജ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഫോണിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടൈപ്പാണ് വരുന്നത്. പിന്നെ ചാർജിങ്, ബാറ്ററി അവേഴ്സ്, യൂസേജ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോർമൽ യൂസ് ആണ് നിങ്ങൾക്ക് ഒരു 5 ഹവേഴ്സൊക്കെ കാര്യം കിട്ടും. പിന്നെ ഇത് എക്സിനോസിൻ്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് പ്രോസസ്സർ കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് കൺസപ്ഷൻ ഉണ്ട്. പിന്നെ ചെറിയ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാറ്ററി സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ഇപ്പം ഉണ്ട് 8 Gen 3 വെച്ച് ഇറങ്ങുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളത് ഇപ്പോൾ എക്സിനോസ് ആണ്. അപ്പം എക്സിനോസ് ആണെങ്കിൽ അത്യാവശ്യം കൺസപ്ഷനും ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോ സൗണ്ട്, ഡ്രെയിനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 4.5 ഹവർ നിങ്ങൾക്കിത് ബാറ്ററി യൂസേജ് കിട്ടും. എന്തായാലും ദിവസം 2-3 വട്ടമെങ്കിലും നിങ്ങളിത് ചാർജിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സർ അതുപോലെ തന്നെ റാം ഇതിലേക്ക് പോവുകയാണെങ്കിൽ പ്രോസസ്സർ നമുക്ക് വരുന്നത് വെച്ചാൽ എക്സിനോസിൻ്റെ 2400 എന്നാണ് പ്രോസസ്സറാണ്. വിത്ത് LPDDR5Xൻ്റെ റാം ടൈപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ 8 GB റാമാണ്. സ്റ്റോറേജ് വേരിയൻസ് വരുന്നത് വെച്ചാൽ 128 ഉണ്ട്, അതുപോലെ തന്നെ 256 ഉണ്ട്, അതുപോലെ തന്നെ 512 GB ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ കാര്യങ്ങളൊക്കെ സ്നാപ്പി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം ഇതുണ്ടോ, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സർ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്, കാരണം എക്സിനോസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് ഡിസഡ്വാൻറ്റേജ് അല്ല, കാരണം നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന 45K സംതിങ്ങിലാണ്. അപ്പം അതിൽ നോക്കുക, ആ പ്രൈസ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെർത്തായിട്ടുള്ള പ്രോസസ്സർ കാര്യങ്ങളാണ്. കാരണം ഇത് ഇറങ്ങി അന്ന് 85,000 അതുപോലെ തന്നെ 80K ഒക്കെ ആയിരുന്നു ഇത് കിട്ടിയിരുന്നത്. അപ്പോഴത്തെ സമയത്ത് നോക്കുകയാണെങ്കിൽ പ്രോസസ്സർ വെർത്തല്ലായിരുന്നു. പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സർ കാര്യങ്ങളൊക്കെ ഈ പ്രൈസ് പോയിന്റിൽ വെർത്താണ് വരുന്നത്. അതുപോലെ തന്നെ പ്രീമിയം ആയിട്ട് എനിക്ക് തോന്നുന്ന ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ എടുക്കാൻ പറ്റിയ, ഇപ്പം ഫസ്റ്റ് ആയിട്ട് അഥവാ നമുക്ക് സെക്കൻഡ് ഹാൻഡ് അല്ലാണ്ട് ഫസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫോണാണ് നമുക്ക് സാംസങ്. അതുപോലെ തന്നെ ചെറിയ ഫോൺ ഫാക്ടറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ റെക്കമെൻഡഡ് ഫോണാണ്. ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളാണ്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ്, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. അത്യാവശ്യം നല്ല വോയിസ് വെച്ചാൽ നമ്മളിപ്പോൾ ഈ റൂമിൽ നിന്ന് ഫുൾ വോളി ഇട്ടാൽ അപ്പുറത്തെ റൂം വരെ കേൾക്കും, അത്രയും വോയിസുള്ള സ്പീക്കർ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ കോളിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിൽ ഞാനിപ്പം എൻ്റെ ഇതിലുള്ള താഴെ വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഈ ഫോൺ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. 4K 60 FPS വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി നമുക്കിതിൽ തരുന്നുണ്ട്, നല്ല അടിപൊളി ക്ലാരിറ്റിയാണ്. എൻ്റെ വീഡിയോ റെക്കോർഡിങ്, വീഡിയോയിലൊക്കെ വ്ളോഗിങ് ഒക്കെ എക്സ്പെഷ്യലി അടിപൊളിയാണ്, സൂപ്പർബായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഈ ഫോണിൽ നമുക്ക് ഈ പ്രോസസ്സറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഹീറ്റിംഗ് ആണ്. ഇപ്പം 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഹീറ്റിംഗ് ഇത് വാങ്ങിയ ടൈമിൽ വെച്ചാൽ അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് വെച്ചാൽ നമ്മൾ ഫോൺ കുറച്ച് നേരം യൂസ് ചെയ്യുമ്പോൾ തന്നെ ബാക്കൊക്കെ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വാട്ടർ ചേമ്പർ കാര്യങ്ങളിൽ S23 വലുതാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ എക്സിനോസ് ആയതുകൊണ്ട് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ പക്ഷേ പിന്നെ കുറച്ച് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് സാധാ പോലെ ആയി, പിന്നെ ആ പ്രശ്നം ഇല്ലാണ്ടായി. അങ്ങനെ ഇപ്പം ഹീറ്റ് കാര്യങ്ങളൊന്നും നമുക്കിതിൽ ഫീൽ ചെയ്യൂല, അത് വേറെ സീന് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഫോണാണ്. ചെറിയ ഫോൺ ഫാക്ടർ എക്സ്പെഷ്യലി ഇഷ്ടപ്പെടുന്നവർക്ക് അത് വീണ്ടും ഞാൻ പറയുകയാണ്. പിന്നെ ബാറ്ററി അതിനനുസരിച്ചുള്ള ബാറ്ററി കിട്ടും, പക്ഷേ കുഴപ്പമില്ലാണ്ട് ഒരു ഡീസൻറ്റ് ബാറ്ററി നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഹീറ്റിംഗ് ആണ് ഇതിൻ്റെ പ്രശ്നം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കുറേ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഫോൺ കുറേ ആൾക്കാർ എടുക്കാനായിട്ടുള്ള കാരണം തന്നെ ഇതിൻ്റെ AI ഫീച്ചേഴ്സാണ്. സർക്കിൾ ടു സെർച്ച്, അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്ന ലൈവ് ട്രാൻസ്ലേഷൻ, കോൾ ചെയ്യുമ്പോൾ ലൈവ് ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ AI ഫീച്ചേഴ്സ് ഇനി വരാനുണ്ട്, അപ്ഡേറ്റ് വരുമ്പം വരും. അതുപോലെ തന്നെ നമുക്കിതിൽ സാംസങ് പ്രോമിസ് ചെയ്യുന്നത് വെച്ചാൽ 7 ഇയേഴ്സിൻ്റെ OS അപ്ഡേറ്റും പിന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. അതാണ് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു വലിയൊരു ഫീച്ചറാണ്, കാരണം ആപ്പിളൊന്നും 5 ഇയേഴ്സ് പിന്നെ ഒരു കൺഫേം ചെയ്യാറില്ല. പക്ഷേ ഇത് നമുക്ക് 7 ഇയേഴ്സ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഭാവിയിലേക്കും സുഖമായിട്ട് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റും. കാര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് എനിക്കിതിൽ ഒരു 2 കൊല്ലം നോക്കുമ്പോൾ എനിക്കിതിൽ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് വെച്ചാൽ നമുക്ക് ഇത് ബാറ്ററി കുറച്ച് ചെറിയ ഷോക്കുണ്ട്. ചെറിയ ഫോൺ ഫാക്ടറാണ്, ഒബ്വിയസ്ലി അത് കുറവുണ്ടാവും, അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫോട്ടോ അടിപൊളി ഷാർപ്പായിട്ടുള്ള ഫോട്ടോ കാര്യങ്ങളാണ്. പക്ഷേ ചില സമയത്ത് ഇത് ഒരു ലോ ലൈറ്റിലൊക്കെ എടുക്കുമ്പം അത്ര പോരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഐഫോൺ ലോവർ മോഡൽ ഇതിനായിട്ടും ഇപ്പോൾ ലോവർ മോഡൽസ് ആയിട്ടുള്ള ഐഫോൺ കാര്യങ്ങളൊക്കെ ചില സമയത്ത് ചില ലൈറ്റിങ് കണ്ടീഷനിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് നല്ല ഫോട്ടോ നമുക്ക് റിസൾട്ടൻ്റ് തരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇതിനുള്ള ലൈറ്റ്നിങ് ഒക്കെ കിട്ടിയാൽ അടിപൊളിയായിട്ടുള്ള ഫോട്ടോ കാര്യങ്ങൾ എടുക്കും. നൈറ്റും കുഴപ്പമില്ല, പക്ഷേ ചില സമയത്ത്
അതിന് ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ കുറഞ്ഞാൽ ഇതിൽ നമുക്ക് എഫക്റ്റ് ചെയ്യും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഐഫോണിൻ്റെ അതിൽ കറക്റ്റ് സ്റ്റെബിലിറ്റി കാര്യങ്ങൾ നമുക്ക് ഇതിൽ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ നല്ല ത്രോട്ട്ലിങ്ങും ഹീറ്റിങ്ങും ഫീൽ ചെയ്യുന്നുണ്ട്, എക്സ്പെഷ്യലി BGMI അതുപോലെ തന്നെ വലിയ വലിയ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ. അതുപോലെ തന്നെ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഗെയിംസൊക്കെ കളിക്കുക വെച്ചാൽ ചെറിയ ഫോണാണ്, അതൊക്കെ നിങ്ങൾ S24 Plus അല്ലെങ്കിൽ അൾട്ര കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു നോർമൽ യൂസായിട്ട് ആൾക്കാർക്ക് അതുപോലെ തന്നെ പോക്കറ്റിലൊക്കെ നല്ല ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു വൺ ഹാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫോണാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സ്പെക്സൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് 2026 സുഖമായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒരു 5 ഇയേഴ്സോളം OS അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല സൂപ്പർബായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചെറിയ ഫോൺ ഫാക്ടറാണ്. ബാറ്ററിയാണ് ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഫോണാണ്. അപ്പോൾ ഞാൻ ഇത്ര ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇത് ഉദ്ദേശിച്ചത്. അപ്പം ഇത് വേഗം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആയി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്.